നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് പ്രവർത്തന സജ്ജമായി. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് KM ഹസൈനാർ ഉദ്ഘാടനം നിർവഹിച്ചു. റെഡ് ക്രോസ് സൊസൈറ്റി തൊടുപുഴ താലൂക്ക് ഘടകം സ്ഥാനമേറ്റു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് IAS സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം വാങ്ങി നൽകിയതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പോഷന്മാർ 2025-2026 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് പ്രവർത്തന സജ്ജമായി. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. തൊടുപുഴ MLA PG ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത്. ആധുനിക സൗകര്യങ്ങളെല്ലാമുള്ള സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ്. 50-ലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിംഗ് ഹാൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ എക്കോ ഷോപ്പ്, കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, ജൈവ നിയന്ത്രണോപാധികൾ വിതരണം ചെയ്യുന്ന ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്തുവാനുമായി സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ. വണ്ണപ്പുറത്തെ കർഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവെന്നും കൃഷിഭവൻ അധികൃതർ അറിയിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു സ്വാഗതം പറഞ്ഞു. തൊടുപുഴ MLA PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. എങ്കിലും കർഷകരെ കഠിനാധ്വാനം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായൊരു വില, ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഏതായാലും വിത്ത് വിതരണവും വിപണനവും ഈ ആഫീസ് വഴി ലക്ഷ്യമിടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. സുന്ദരമായ ഈ സ്മാർട്ട് കൃഷിഭവൻ കർഷകർക്ക് കൂടുതൽ സേവനം ചെയ്യാൻ, കൂടുതൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നടക്കാനിടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വണ്ണപ്പുറം സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. നമുക്കങ്ങനെ കർഷകൻ കൃഷി പഠിക്കാൻ പോകേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷം വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് വീണ്ടും കർഷകരെ കൃഷി പഠിക്കാൻ വേണ്ടി തന്നെ അയക്കുന്നത്. മറ്റേടം കൊണ്ട് ഒന്ന് പൊള്ളി എന്ന് പറഞ്ഞ് നിർത്തിയൊന്നുമില്ല. നമ്മുടെ ഹിമാചൽ പ്രദേശിലെ സോളനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷകരെ അയച്ചു. ആ കൂട്ടത്തിലൊരു പുരോഹിതനും ഉണ്ടായിരുന്നു. ഈ കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് കൂൺ കൃഷിയുടെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി അവരെ ഞങ്ങൾ അയക്കുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടാവണം. അതിൻ്റെ ഭാഗം ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കും സസ്യ ആരോഗ്യ ക്ലിനിക്ക് ഇതിനകത്ത് പ്രവർത്തിക്കും. ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് നിർദ്ദേശങ്ങളും മറ്റും കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ്. കർഷകർക്ക് നാട്ടിലെ മറ്റ് കർഷകരുമായും സംസ്ഥാനത്തിനകത്തുള്ളതോ സംസ്ഥാനത്തിന് പുറത്തുള്ളതോ കർഷകരുമായിട്ട് ഒരാശയവിനിമയം നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഇതിനകത്ത് ഉണ്ടാവും. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന പരിപാടികൾ ഇതിനകത്ത് നമുക്ക് നടത്താൻ പറ്റും. ബയോ ഫാർമസി ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒന്നായിട്ടായിരിക്കും എക്കോ ഷോപ്പ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാവാം, അല്ലാതുള്ളവയാവാം. അതിനുണ്ടൊരു എക്കോ ഷോപ്പ് ഇതിനോടൊപ്പം പ്രവർത്തിക്കും. ഇങ്ങനെല്ലാമാണ് നമ്മുടെ കൃഷിഭവനെ സ്മാർട്ടാക്കി ചെയ്യുന്നത്. പദ്ധതി വിശദീകരണം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എബ്രഹാം സെബാസ്റ്റ്യൻ, പ്രോജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം, മുതിർന്ന കർഷകൻ സേവ്യർ കുന്നപ്പള്ളിയെ ആദരിച്ചു. ടോമി തോമസ് കാവാലം, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി റെജി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദിവ്യ അനീഷ്,
വൈസ് പ്രസിഡന്റ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് റഹിമ പരീദ്, ജഗദമ്മ വിജയൻ, സുബൈദ സുബൈർ, ഷൈനി സന്തോഷ്, രവി കൊച്ചടിക്കുന്നിൽ എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി. ഈ കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥരും കർഷകർക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടണം. കർഷകർക്ക് നല്ല സേവനം കിട്ടിയാൽ മാത്രമേ സ്മാർട്ട് കൃഷിഭവൻ ആകുകയുള്ളൂ. കൂടാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ കർഷകർക്ക് സ്മാർട്ട് കൃഷിഭവൻ കൊണ്ട് ഉപകാരം ഉണ്ടാകുകയുള്ളൂ എന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. BJP വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ BJP പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്ന കാളിയാർ പോലീസിന്റെ CPM പാദസേവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം PC ജോർജ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്ന കാളിയാർ പോലീസിന്റെ CPM പാദസേവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100-ൽ അധികം പ്രവർത്തകർ പങ്കെടുത്തു. BJP ദേശീയ സമിതി അംഗം PC ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇയാള് പിണറായി വിജയൻ വന്നപ്പോൾ വഴിയെ നടന്ന SFIക്കാരനെ എല്ലാം കൂടെ പിടിച്ച് കാക്കി കൊടുത്ത് പോലീസാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏഭ്യനാണോ ഇയാൾ എന്നെനിക്കറിയില്ല. അങ്ങനെ കുറേ പേരുണ്ട്. അത് വഴിയിൽ ചന്ത കളിച്ച് നടന്നിരുന്ന് DYFIക്ക് സിന്ദാബാദ് വിളിച്ച പല ആളെയും പിടിച്ച് പോലീസാക്കി വിട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ എണ്ണം കാണും. ഇവിടെയും കാണാൻ കാളിയാറില്ല. ആ പോലീസാണെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയുക, ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. BJP എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. 14 കോടി ജനങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP. ഭാരതീയ ജനതാ പാർട്ടി അതാണ്. 14 കോടി ആളുകളാണ് നമ്മുടെ മെമ്പർമാരുള്ളത്. ഈ തൊപ്പിയാനൊന്നും അത് അറിയത്തില്ലെന്ന് വിവരം കേട്ട കമ്മ്യൂണിസ്റ്റുകാരനെ പോക്കി നടക്കില്ല. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി എത്രയുണ്ട്? ലോകത്ത് തന്നെ കമ്മ്യൂണിസം അവസാനിച്ചു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് വളരെ പ്രസക്തിയുണ്ട്. ചൈന പോലും ആ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു. ചൈനയെ പോലും മുതലാളിത്തത്തിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയമായ ആശയത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണിത്. അപ്പോഴാണ് ഇവിടെ പിണറായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കമ്മ്യൂണിസം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയും, പിണറായിയുടെ പാർട്ടിയാണ്. ഇത് തട്ടിക്കൂട്ട് കൈക്കൂലി പാർട്ടിയാണ്. നിങ്ങളത് അറിയണം. അതിന് പറയാൻ നടക്കണ്ട. പോലീസ് മേധാവികളോട് വളരെ വിനയപരിസരം ഒരു വഴക്കിനും വന്നല്ലേ ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാണ്. വളരെ വിനയത്തോട് പറയുക, ഇതുപോലെ വൃത്തികേട് കാണിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാകും എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. 40 സീറ്റുകളിലേക്ക് ശക്തമായ മത്സരം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുക. അത് 40 സീറ്റ് അതൊന്നും ഇവിടെ പറയുന്നില്ല. ആ 40 സീറ്റിൽ മത്സരം ഉണ്ടാവും. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും വിജയിപ്പിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് 2026. എഴുതിയിട്ടോ എൽദോസുള്ള ഏഭ്യന്മാരായ പോലീസുകാർ 2029 വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. യാതൊരു സംശയം വേണ്ട. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് VK രാജേഷ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ G ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണു പുതിയടത്ത്, ജോർജ് പൗലോസ്, വൈസ് പ്രസിഡന്റ് മുന്നി കൈറ്റിയാനി, മണ്ഡലം പ്രസിഡന്റ് S പ്രമോദ്, MS ബെജി, അനുരാജ് രാജൻ, AR അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം സുരേഷ് തട്ടുപുര സ്വാഗതവും TK സനൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരള സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് KM ഹസൈന ഉദ്ഘാടനം നിർവഹിച്ചു. SKS ജില്ലാ പ്രസിഡന്റ് TM ബഷീർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് KM ഹസൈനർ ഉദ്ഘാടനം ചെയ്തു. ഇടതു ദുർഭരണത്തിൽ കേരള മോഡൽ വികസനം അട്ടിമറിക്കപ്പെട്ടുവെന്നും കാർഷിക മേഖലയെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ കണ്ണീര് വീണ ഒരു ദേശവും പുരോഗതി കണ്ടിട്ടില്ല എന്ന് പറയാനാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കർഷകർ പാവങ്ങളാണ്. അന്നന്നത്തെ ആഹാരത്തിന് അത്വാധ്വാനം ചെയ്യുന്നവരാണ്. അവരിന്ന് സങ്കടക്കടലിലാണ്. അവരുടെ വിഭവങ്ങൾക്ക്
വില ലഭ്യമല്ലാത്തൊരവസ്ഥ, അത് സംഭരിക്കാനുള്ള സംവിധാനമില്ലാത്ത അവസ്ഥ, യഥാസമയം അത് സംഭരിക്കാത്തതുകൊണ്ട് കേരളത്തിലെ കർഷകരുടെ ജീവിതമാർഗം വഴിമുട്ടിയ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുറെ തെമ്മാടിക്കൂട്ടങ്ങളെ അഴിച്ചുവിട്ട് രാജ്യഭരണം നടത്തുക എന്നതല്ല. അത് കേരള ഭരണമാണെങ്കിലും കേന്ദ്ര ഭരണമാണെങ്കിലും ഈ നാട്ടിലെ കർഷകരടക്കമുള്ള പാവപ്പെട്ട പരശതം ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അവരുടെ ജീവനും സ്വത്തിനും അവരുടെ കാർഷിക വൃത്തിയിലൂടെ ലഭിക്കുന്ന വിഭവങ്ങൾക്കുമൊക്കെ സംരക്ഷണം നൽകാൻ, അതിന് മതിയായ വില ലഭ്യമാക്കാൻ, അത് യഥാസമയം സംഭരിക്കാൻ, അവർക്കാവശ്യമുള്ള കാർഷിക വൃത്തിക്കാവശ്യമുള്ള കാർഷിക ഉപകരണങ്ങളും വളവുമൊക്കെ സബ്സിഡിയായും സൗജന്യമായും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഭരണകൂടം നിർവഹിക്കണം. ജില്ലാ പ്രസിഡന്റ് ടി എം ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എസ് ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. റബ്ബർ വിലയിടിവ് തടയുക, നെല്ല് സംഭരണത്തിന് കർഷകർ സത്യവാങ്മൂലം നൽകണമെന്ന കൃഷിവകുപ്പ് തീരുമാനം പിൻവലിക്കുക, കർഷകക്ഷേമ ബോർഡ് രൂപീകരിക്കുക, രാജ്യാന്തര കരാറുകളുടെ ഭാഗമായി കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച പരിഹരിക്കുവാൻ സർക്കാരുകൾ തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം അൻവർ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഹീം പഴേരി, നിയോജക മണ്ഡലം ട്രഷറർ സുബൈർ ഇല്ലിക്കൽ, പി എം നിസാമുദ്ദീൻ, സൽമാൻ ഹനീഫ്, മണ്ഡലം ഭാരവാഹികളായ എ എം സമദ്, എൻ കെ ഇല്യാസ്, അസീസ് ഇല്ലിക്കൽ, വി എച്ച് ജാഫർ, വി എച്ച് മുഹമ്മദ്, സുലൈമാൻ വെട്ടിക്കൽ, അജാസ് പുത്തൻപുര, പി എം ഇല്യാസ്, റഷീദ് തോട്ടുങ്കൽ, കെ കെ ഷാജി, അബ്ബാസ് റാവുത്തർ, പി പി അസീസ് പള്ളിമുക്കിൽ, കെ ഇ യൂനസ്, പി എസ് സുബൈർ, സക്കീർ കരിമണ്ണൂർ, സലീം ഇളംദേശം, കെ എം അജ്മൽ, പി എം ബാവ, പി ബി ഷെരീഫ്, കെ എൻ നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റെഡ് ക്രോസ് സൊസൈറ്റി തൊടുപുഴ താലൂക്ക് ഘടകം സ്ഥാനമേറ്റു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് IAS സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തഹസിൽദാർ രാജീവ് യു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ലോകം അംഗീകരിച്ച സംഘടന എന്ന നിലയിൽ അതിന്റെ വിശ്വസ്തത വലുതാണെന്നും കോവിഡ് സമയത്തും തുടർന്നും തൊടുപുഴ താലൂക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മഹനീയമാണെന്നതുകൊണ്ട് ജില്ലാ ഭരണകൂടം അഭിനന്ദിക്കുന്നതായും ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് IAS പറഞ്ഞു. തൊടുപുഴ താലൂക്ക് റെഡ് ക്രോസ് സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Kerala, we see a lot of NGOs are very, very active. But we don't know whether how much they are performing. There is no performance appraisal of the NGOs. So I think every 5 months, 6 months, we should have one target. So target, you should try to achieve those targets in next 6 months, 7 months or 1 year. Then I think there is some relevance of the society. Because otherwise there is a lot of work to do and your focus will not be on one particular thing. So in place like Thodupuzha or in Idiki, I think there are a lot of migrant population, tribal population. Now I think you must have been reading in newspaper about Etamala-Kudi settlement and all that. So I think these are the areas where Red Cross should actually come and intervene. And health also, we see a lot of now non-communicable diseases etc. popping up. So awareness is very, very necessary. And also here in Thodupuzha you have issues of wildlife-animal conflict. So these are the small things where you can actually intervene, start some program, Charya program, contact district administration, we will actually join and collaborate. So a lot of ideas should come from Red Cross. I think in your committees or conferences, you should try to come up with ideas to solve the problems of Idiki district. So again, Hardik Abhinandan to each and every member and all the very best. തഹസിൽദാർ രാജീവ് യു റെഡ് ക്രോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ കാര്യക്ഷമമായി കഴിഞ്ഞ നാളുകളിൽ മുന്നോട്ട് പോകുന്നതാണ്. അതിൻ്റെ തൊടുപുഴ താലൂക്ക് ഘടകം എന്നുള്ള നിലയിലാണ് നമ്മളെ ഈ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നാം സത്യപ്രതിജ്ഞ ചെയ്ത ആ വാക്കുകളിൽ സ്മരിക്കുന്ന നന്മ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തോട് സോഷ്യൽ ഡെഡിക്കേഷനോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് ഇതിൻ്റെ ഒഫീഷ്യൽസിനെ മുൻനിർത്തി സാക്ഷ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഗത്തിൽ അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത്,
അജിത് കുര്യൻ, ജോസ് കെ ജോർജ്, കെ എം അത്തച്ചൻ, ജോൺസൺ ജോസഫ്, ജേക്കബ് ജെയിംസ്, ജോർജ് പുത്തൂരാൻ, കെ എസ് ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഇടുക്കി ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസ് അരവിന്ദത്തിൽ നടന്ന പരിപാടി ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സ്റ്റേറ്റ് പ്രഭാരിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് ഇടുക്കി ജില്ലാ ശില്പശാലയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നത്. ദേവസ്യ താണവേലിൽ അധ്യക്ഷത വഹിച്ച ശില്പശാല ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് സ്റ്റേറ്റ് പ്രഭാരിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിൽ ഇന്ന് നടപ്പിലാകുന്ന നമ്മൾ നേരിടുന്ന വലിയ ഭീഷണികൾ എടുത്തു പറയട്ടെ. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം പരസ്യമായി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇതര രാജ്യങ്ങളിൽ നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള സിറിയയിലും പാലസ്തീനിലും ഒക്കെ നടമാടിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയുടെയും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പ്രവർത്തനത്തിൻ്റെ തുടക്കം അതാണ് നമ്മൾ കളമശ്ശേരിയിലും അതുപോലെ ഇന്നലെ പള്ളുരുത്തിയിലുമൊക്കെ കണ്ടത്. ആ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ ആരംഭിച്ചാൽ അതിനെ തടയിടുവാനുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഇതിനെ തടയിടാനും ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കടമയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ്, പി.പി. സാനു എന്നിവർ സംസാരിച്ചു. സ്വാഗതം ജോയി കോയിക്കക്കുടിയും കൃതജ്ഞത അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്കും അർപ്പിച്ചു. നിരവധി ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക് പുതിയ വാഹനം വാങ്ങി നൽകിയതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം.എ. നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ വികസന ഫണ്ടും ശുചിത്വ മിഷൻ ഫണ്ടും വിനിയോഗിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങി നൽകിയതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം.എ. നിർവഹിച്ചു. ഈ പഞ്ചായത്തിലെ വാർഡ് തലങ്ങളിൽ എല്ലാം എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ഹരിതകർമ്മ സേനക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ വാഹനം പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ അനീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജഗദമ്മ വിജയൻ, വാർഡ് മെമ്പർ കെ.എം.എ. ഖാദർ, പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും ISO പ്രഖ്യാപനവും നടന്നു. അഡ്വക്കേറ്റ് എ. രാജ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൽ ISO പ്രഖ്യാപനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും ISO പ്രഖ്യാപനവും നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ 420 അയൽക്കൂട്ടങ്ങളിലായി 5000-ലധികം അംഗങ്ങളാണ് ഉള്ളത്. വാർഷിക ആഘോഷത്തിന് മുന്നോടിയായി കുടുംബശ്രീ അംഗങ്ങൾ അണിനിരന്ന റാലി നടന്നു. അഡ്വക്കേറ്റ് എ. രാജ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 27 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ കുടുംബശ്രീക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രത്യേകത തോന്നുന്നു. ആദ്യം തുടക്കം കുറിക്കുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകൾക്ക് ഈ കുടുംബശ്രീ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് ചിലർക്കെങ്കിലും താല്പര്യമില്ലായ്മയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് നമ്മുടെ സാമൂഹിക രംഗത്തും സാമ്പത്തികമായി
ഇന്ന് വലിയ നിലയിലുള്ള രാഷ്ട്രീയക്കാരുമായ എല്ലാം മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. ഒരു ഘട്ടത്തിൽ അടുക്കളകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആളുകളാണ്. പിന്നീട് അവരിൽ നിന്ന് ആരംഭം കുറിച്ച് ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്കിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ISO പ്രഖ്യാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിഥം വനിതാ ശിങ്കാരി മേളത്തിന്റെ അരങ്ങേറ്റം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മികച്ച അയൽക്കൂട്ടം, മികച്ച ADS തുടങ്ങി വിവിധ അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു. വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം കുടുംബശ്രീ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ ജിഷ സന്തോഷ്, സിനി രാജേഷ്, മെമ്പർ സെക്രട്ടറി കൃഷ്ണപിള്ള KP, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ A, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കുളം ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ ആയില്യം മകം ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിളംബര ദീപം ജ്വലിപ്പിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ക്ഷേത്ര മേൽശാന്തി കാടമറുകില്ലം മിഥുൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. 16, 17 തീയതികളിലായാണ് ആയില്യം മകം മഹോത്സവം നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ നൂറും പാലും, അഷ്ടനാഗ പൂജ, കളമെഴുത്ത് പാട്ട്, തെക്കേക്കാവിലേക്ക് എഴുന്നള്ളിപ്പ്, തിരിച്ചെഴുന്നള്ളിപ്പ്, സർപ്പബലി എന്നീ വിശേഷ ചടങ്ങുകളും നടക്കും. മണക്കാട് പുതുക്കുളം ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ വിളംബര ദീപം ജ്വലിപ്പിക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ ഈ മാസം 16, 17 ദിവസങ്ങളിലായി നടക്കുന്ന ആയില്യം മകം മഹോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ദീപം ജ്വലിപ്പിക്കുന്ന ചടങ്ങാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നത്. ക്ഷേത്രം മേൽശാന്തി കാടമറുകില്ലം മിഥുൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ശ്രീനാഥ് വിഷ്ണു, മഞ്ജരി വിഷ്ണു, VR പങ്കജാക്ഷൻ, കൗൺസിലർ ബിന്ദു പത്മകുമാർ തുടങ്ങി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കുചേർന്നു. ആയില്യം മകം ഉത്സവനാളിൽ നൂറും പാലും, അഷ്ടനാഗ പൂജ, കളമെഴുത്തും പാട്ട്, തെക്കേക്കാവിലേക്ക് എഴുന്നള്ളിപ്പ്, തിരിച്ചെഴുന്നള്ളിപ്പ്, സർപ്പബലി എന്നീ വിശേഷ ചടങ്ങുകളും നടക്കും. ഉത്സവത്തിന്റെ ഒന്നാം ദിവസമായ 16 വ്യാഴാഴ്ച രാവിലെ 3:45 നട തുറക്കൽ, നിർമാല്യ ദർശനം, 4:15 അഭിഷേകങ്ങൾ, 5 ഗണപതി ഹോമം, മലർ നിവേദ്യം, ഉഷപൂജ, 6:30 നൂറും പാലും നിവേദ്യം, 8 പാൽപായസം ഹോമം, 9 അഷ്ടനാഗ പൂജ, 11 തളിച്ചുകട, ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് 4:30 നട തുറപ്പ്, 5:30 തെക്കേക്കാവിലേക്ക് പഞ്ചവാദ്യം, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടുകൂടി താലപ്പൊലി, 6 തെക്കേക്കാവിൽ വിശേഷാൽ പൂജകൾ, 6:30 തിരിച്ചെഴുന്നള്ളത്ത്, 7 ദീപാരാധന, കളമെഴുത്തും പാട്ടും, 8 സർപ്പബലി. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 4 നട തുറക്കൽ, നിർമാല്യ ദർശനം, 4:15 അഭിഷേകങ്ങൾ, 5 ഗണപതി ഹോമം, 6:30 നൂറും പാലും, 9 മകം ഇടി, 11 ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് 5 നട തുറപ്പ്, 6:30 വിശേഷാൽ ദീപാരാധന എന്നിവ നടക്കും. ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വഴിപാടുകൾ നടത്തുന്നതിനായി പ്രത്യേക കൗണ്ടറുകളും പാർക്കിങ്ങിനായി വിശാലമായ സൗകര്യങ്ങളും എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമാണ് ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത്. വഴിപാട് ബുക്കിംഗിന് ക്ഷേത്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 9446012500. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പോഷന്മാർ 2025-2026 സംഘടിപ്പിച്ചു. പോഷകാഹാര പ്രദർശനത്തിൽ പാചകം ചെയ്ത നിരവധി ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പോഷാൺമ 2025-26 സംഘടിപ്പിച്ചു. പോഷാൺമയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും പോഷകാഹാര പ്രദർശനത്തിൽ പാചകം ചെയ്ത നിരവധി ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടത്തി. വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പോഷാൺമ 2025-26 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടി വരുന്നൊരു കാര്യം, നമ്മുടെ വൈകിട്ടൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ നിരവധിയായ ഭക്ഷണങ്ങൾ നമ്മുടെ കടകളിലൊക്കെ തന്തൂരിയായി അല്ലാത്തതായി ഒക്കെ നമ്മൾ നിരവധിയായ ചിക്കൻ്റെ പല പേരുകളിൽ. ഇന്നാളെ എന്നോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് 16 ഐറ്റം, ഒരു കട ചെന്ന് 16 ഐറ്റം ചിക്കൻ്റെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ മണം കേട്ടാൽ നമ്മൾ വണ്ടി നിർത്തി അവിടെ കയറിയിട്ട് പോകും. അപ്പോൾ ആ തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള മറ്റ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ കൊടുത്ത് നമ്മളെ കുഞ്ഞുങ്ങൾ ബലമുള്ളവരാക്കി
മാറ്റിയെടുക്കാനായിട്ടുള്ള ആരോഗ്യമുള്ളവരായി മാറ്റിയെടുക്കാനുള്ള ദൗത്യം നമ്മുടേതാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഡോക്ടർ ധന്യ വേലായുധൻ ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും പോഷകാഹാരത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ഫാറ്റും പൊരിയും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. ആദ്യം പോലെ നമ്മൾ അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നില്ല, അവരതല്ലാതെ വേറെ കഴിക്കാൻ തയ്യാറാവില്ല. പിന്നെ നമ്മുടെ കമ്പനി ഭയങ്കരമായിട്ട് അവരെ കമ്പനി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിനോടൊരു വെറുപ്പായി പോകും. അതും ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളും അങ്ങനെ കഴിക്കുന്നതായിട്ട് തന്നെ നമ്മളും അങ്ങനെ കഴിക്കുക. അവർ തന്നെ ഒരു 6 മാസം കഴിഞ്ഞ് അവർ പതുക്കെ ഇരുന്ന് തുടങ്ങത്തില്ലേ, ഇരുന്ന് തുടങ്ങുന്ന പോലെ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് അവരെ കൊണ്ടുവരിക. കൈകൊണ്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. പഴമൊക്കെ ആണെങ്കിൽ നീളത്തിൽ അവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, ദീപ ഷാജു, വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, പ്രിയ സന്തോഷ്, ICDS സൂപ്പർവൈസർ മുംതാസ് MS, അംഗനവാടി വർക്കേഴ്സ് ലീഡർ ഷാൻഡി ടോബി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ അംഗനവാടിയിലെ ജീവനക്കാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പള്ളിവാസൽ ചിത്തിരപുരത്ത് റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണ ജോലികൾക്കിടെ മണ്ണിടിച്ചിലുണ്ടായി തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പള്ളിവാസലിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് PP സാനു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പള്ളിവാസൽ ചിത്തിരപുരത്ത് റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണ ജോലികൾക്കിടെ മണ്ണിടിച്ചിൽ ഉണ്ടായി 2 തൊഴിലാളികൾ മരണപ്പെട്ടത്. ഈ സംഭവത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ടായിരുന്നു BJP പള്ളിവാസൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 2 മൈൽ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP ജില്ലാ പ്രസിഡന്റ് PP സാനു ഉദ്ഘാടനം ചെയ്തു. മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കൊലപാതക ഉത്തരവാദികൾ പഞ്ചായത്താണ്, റവന്യൂ ആണ്, ആ മാഫിയാണ്. അതുകൊണ്ട് അനധികൃതമായി പട്ടയം സമ്പാദിച്ച ആ പട്ടയം കളക്ടർ അടിയന്തരമായി ഇടപെട്ട പട്ടയം റദ്ദാക്കണം. അവിടെ നടക്കേണ്ടതായ നിർമ്മാണ പ്രവർത്തനമാണോ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയും ആ ഭൂമി സർക്കാരിൻ്റെതായതിനാൽ രേഖകൾ വ്യാജമാണെന്ന് BJP പറയുന്നു. ആ വ്യാജ പട്ടയം റദ്ദാക്കി ആ ഭൂമി പിടിച്ചെടുക്കണം. അവിടെ ഇപ്പോഴും മറച്ചുകെട്ടി നിർബാധ നിർമ്മാണം നടക്കുന്നു. അത് ഞങ്ങൾ പിടിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ ക്ഷമ പരിശോധിക്കരുത്. അവിടെ നിർമ്മാണം നടത്തുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അത് പോലീസ് ആവട്ടെ, CPM ഗുണ്ടകളാകട്ടെ, മാഫിയാകട്ടെ, മത തീവ്രവാദികളാകട്ടെ, അവരെയൊക്കെ നേരിടുവാനുള്ള പേശീബലവും സ്തന്റേടവും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട്. അത് വേണ്ടി വന്നാൽ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അവിടെ നിയമം കയ്യിലെടുക്കുന്ന ഒരു സമര പോരാട്ടത്തിലേക്ക് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. BJP പഞ്ചായത്ത് പ്രസിഡന്റ് P ചാർലി, ജില്ലാ ജനറൽ സെക്രട്ടറി VR അളകരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം ബിജുമോൻ PK, ജില്ലാ വൈസ് പ്രസിഡന്റ് EK മോഹനൻ, ജില്ലാ സെക്രട്ടറി B മനോജ് കുമാർ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് EN മോഹനൻ, ജില്ലാ സെക്രട്ടറി വിജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു ബാലകൃഷ്ണൻ, ശ്രീമുരുകൻ, എൽദോസ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന BJP പ്രതിഷേധത്തിനെതിരെ വിമർശനവുമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് BJP മുമ്പോട്ട് വെച്ചിട്ടുള്ളതെന്നും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട BJP പ്രാദേശിക നേതാവിന്റെ വ്യക്തി താൽപര്യത്തിന് വഴങ്ങാതെ വന്നതിലുള്ള നീരസമാണ് പ്രതിഷേധ സമരത്തിന് പിന്നിലെന്നും VG പ്രതീഷ് കുമാർ ആരോപിച്ചു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് 4.25 വർഷം കൊണ്ട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നും കുപ്രചാരണങ്ങളെ ജനം തള്ളിക്കളയുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. BJPയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം പഞ്ചായത്തിനെതിരെ, ആ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വ്യക്തിപരമായ മറ്റൊരാവശ്യത്തിനു വേണ്ടി BJPയുടെ ഒരു പ്രാദേശിക നേതാവ് തൊഴിലുറപ്പ് സൈറ്റിലെ തൊഴിലാളികളെ 4 തൊഴിലാളികളെ വിട്ടുകൊടുക്കണമെന്ന് തൊഴിലുറപ്പ് ജീവനക്കാരോട് ആവശ്യപ്പെടുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് കഴിയില്ല എന്ന് അറിയിക്കുകയും എന്നോട് ഈ വിഷയം സൂചിപ്പിക്കുകയും ഒരു കാരണവശാലും നിയമപരമല്ലാത്ത ഒരു കാര്യവും ചെയ്യുവാൻ കഴിയില്ല എന്ന് തന്നെ തുറന്നു പറയണമെന്ന് അവരോട് പറയുകയും ചെയ്തു. ഇതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്തിനെതിരെ സമരം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് ഈ പ്രാദേശിക നേതാവ് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റോഡരിക് സൗന്ദര്യവൽക്കരിക്കുവാൻ വേണ്ടി നട്ടുപിടിപ്പിച്ച ചെടികൾ പറിച്ചുകൊണ്ടുപോയെന്ന് പരാതി. തൊടുപുഴ മാരിയിൽ കലുങ്കിന് സമീപത്ത് പ്രദേശവാസിയായ ജോണി ജോസാണ് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. എന്നാൽ രാത്രിയുടെ മറവിൽ ആരോ ചെടികൾ പിഴുതുകൊണ്ടുപോവുകയായിരുന്നു. ഞാനും എൻ്റെ പണിക്കാരൻ മോഹനും കൂടി ഒക്ടോബർ 3-ാം തീയതി രാവിലെ മുതൽ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മതിൽ റോഡ് സൈഡ് കംപ്ലീറ്റ് പുല്ലി എത്തി ക്ലിയറാക്കി കുഴിയെടുത്ത് 24 ചെടികൾ നട്ടതാണ്. 150 രൂപയോളം വിലയുണ്ട് ഒരു ചെടിക്ക്. അപ്പോൾ വൃത്തിയായിട്ട് കിടക്കട്ടെ എന്നുള്ള ഒരിതും അതിലുപരി ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടിയത് നമ്മൾ പാലാ ചേർപ്പങ്കൽ റൂട്ടിൽ പോകുമ്പോൾ വളരെ മനോഹരമായിട്ട് 2-3 കിലോമീറ്ററുകൾ റോഡിൻ്റെ ഇരുവശവും ആ പുഴയുടെ തീരവും മറുവശവും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് വളരെ വൃത്തിയായി കിടക്കണം. അത് കണ്ട് നമ്മുടെ പരിസരവും വൃത്തിയായി കിടക്കട്ടെ, ഇവിടെ ഒരു മെയിൻ ജംഗ്ഷനായിട്ട് വരികയാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. 11-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ അന്ന് മഴ പെയ്യാത്തതുകൊണ്ട് നനയ്ക്കാനായിട്ട് വന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് 21-ാമത്തെ ചെടി വെറുതെ പറിച്ച് അവിടെ തന്നെ വിട്ടു. 13-ാം തീയതി രാവിലെ ഇന്നലെ രാവിലെ ഞങ്ങളുടെ അയൽവക്കംകാരൻ ഓനച്ചൻ ചേട്ടൻ വന്നേച്ച് പറഞ്ഞു, ജോണി നമ്മുടെ 5 തൈ പറിച്ചുകൊണ്ട് പോയിരുന്നു. ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ 5 തൈകൾ അത് പർപ്പസ്ഫുള്ളി അത് ആരോ നശിപ്പിക്കാനാണ് വലിച്ചു പറഞ്ഞ് നശിപ്പിക്കുകയുള്ളൂ. ഇത് മണ്ണോട് കൂടിയാണ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. നമ്മൾ ഒരു മാർഗ തടസ്സം ഉണ്ടാക്കുമോ പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഒന്നും ചെയ്യാതെ മതിലിനോട് ചേർന്ന് ആണ് ഇതെല്ലാം നട്ടേക്കണത്. കാരണം ഒരു മാസത്തിനുള്ളിൽ തന്നെ അവിടെ കാടും പള്ളയൊക്കെ കയറി. ഞാൻ ഓഗസ്റ്റ് 3rd വീക്കിൽ മുഴുവൻ ചെത്തിയതായിരുന്നു. പക്ഷേ ഒക്ടോബർ 3 ആയപ്പോഴത്തേക്കും നിറച്ച് കാടായിരുന്നു. അപ്പോൾ വൃത്തിയായിട്ട് കിടന്നോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടും കൂടിയാണ് ഈ ചെടി നട്ടത്. പോത്താനിക്കാട് നഴ്സറി പ്ലാനറ്റിൽ നിന്നാണ് ഈ ചെടികൾ വാങ്ങിക്കൊണ്ട് വന്നത്. അത് നശിപ്പിച്ചതിൽ വളരെയധികം ഖേദമുണ്ട്. ഇനി ഈ അനുഭവം എനിക്ക് മാത്രമല്ല, നമ്മളെ പുളിമൂട്ടിൽ സിൽക്സിലെ റോയി എന്നോട് പറഞ്ഞു, ഡാഡി ഉണ്ടായിരുന്ന കാലത്ത്, ജോൺ ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ വീടിൻ്റെ മതിലിൻ്റെ ചുറ്റും ഇതേപോലെ റോഡ് സൈഡിൽ നന്ദ്യാർവട്ടം നട്ടുപിടിപ്പിച്ചതാണ്. അത് മുഴുവൻ അത് നശിപ്പിക്കുക ചെയ്ത, പിന്നെ പറിച്ചെടുത്തുകൊണ്ട് പോവുകയല്ല ഇത്, നശിപ്പിച്ചോ. അങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധരിവിടെ കറങ്ങുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് പ്രവർത്തന സജ്ജമായി. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കേരള സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് KM ഹസൈനാർ ഉദ്ഘാടനം നിർവഹിച്ചു. റെഡ് ക്രോസ് സൊസൈറ്റി തൊടുപുഴ താലൂക്ക് ഘടകം സ്ഥാനമേറ്റു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് IAS സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം വാങ്ങി നൽകിയതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA നിർവഹിച്ചു.
വാരിപ്പട്ടി ഗ്രാമപഞ്ചായത്തിൽ പോഷന്മാർ 2025-2026 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.